Amen.
അതിവേഗമായി മറിയത്തെയും ജോസഫിനെയും കുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് കർത്താവിന്റെ സുവിശേഷം. നഷ്ടമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ഉപയോഗിക്കാം, എങ്ങനെ ലാഭത്തിൽ
ഇല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യും, പിന്നെയും നമുക്കാണ് നമ്മൾ വളർച്ച ചെയ്യും. നമ്മൾ 2024 2025 പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ ലാഭം നഷ്ടമാണോ ലാഭമാണോ? 2024 നമ്മൾ ആരംഭിച്ചപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്താണ് നമ്മൾ 24 പ്രവേശിച്ചത്. പിന്നെ എവിടെയാണ് നമുക്ക് ചിലപ്പോൾ തീരുമാനങ്ങൾ ഉറച്ചെടുക്കാൻ പറ്റുകയാണ്, പക്ഷെ ചിലർക്ക് പാടിക്കൊടുക്കുകയാണ്, പിന്നെ പഴയ ജീവിതത്തിൽ കുറെ കൊടുക്കുകയാണ്. അതെവിടെയാണ് പഴയ ജീവിതത്തിലേക്ക് പോകുന്നത്? നമ്മൾ ബൈബിളിൽ ഒരു ഉദാഹരണമുണ്ട്. അതായത് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ ക്രിസ്തു ഈ ലോകം വിട്ട് പോയി കഴിയുമ്പോഴേ, ലോകം വിട്ട് ക്രിസ്തു മരണത്തിൽ മരിച്ചു കഴിയുമ്പോഴേ, തന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാർ അവർ ക്രിസ്തു തങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് 7 പേരോട് വിളിച്ചിരിക്കുക. പത്രോസ് പറഞ്ഞ്, ഞാൻ വീട്ടിലിരിക്കാൻ പോകും. 3 വർഷം മുമ്പ് ഈ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച ആ പഴയ ശീലങ്ങളിലേക്ക് ക്രിസ്തു നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ ഇതന്നെ സംഭവിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോഴേക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രേമിച്ച കാര്യം ലഭിക്കാതെ വരുമ്പോഴേക്കും നമ്മൾ വേഗം നമ്മൾ നിരാശയിലേക്ക് പോകുന്നു. നമ്മൾ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് തിരികെ പോകും. നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച് 8 ദിവസമേ ആയിരുന്നു. എന്താ ക്രിസ്മസിന്റെ വാക്കിന്റെ അർത്ഥം? ക്രിസ്തു നമ്മോട് കൂടെ. ഈ നമ്മോട് കൂടെയുള്ള ക്രിസ്തു എപ്പോൾ നമ്മുടെ കൈവശം വന്ന് പോയത്? അല്ലെങ്കിൽ ഞാനും ഈ ക്രിസ്തു നമ്മുടെ ബന്ധമാണ്. ഈ ബൈബിളിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു അനാഥ കുട്ടിയെ ദത്തെടുത്തോളാം. ക്രിസ്തുവിന് അങ്ങനെയില്ല. അതാണ് അതിന്റെ വലിയ സംശയം. ആരാണ് കൊച്ചിന്റെ അപ്പൻ? അപ്പനില്ലാത്ത കൊച്ചിനെ ദത്തെടുത്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അതിന് സുവിശേഷം അവസാനിക്കുന്നത് ഒരു അനാഥയെ അമ്മയില്ലാത്തപ്പോൾ. അപ്പൊ ഞാനും ഈ ആൾക്കാർക്ക് വീട്ടിലുള്ള കുഞ്ഞു നമ്മുടെ ബന്ധമല്ല. അതായത് ഈ സഹോദരന്മാരുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് കിടക്കുന്നത്. അതായത് ഈ ബൈബിളിലെ ആദ്യത്തെ ശാപുണിയാണ്. ആദ്യത്തെ ശാപുണി 4-ാം അധ്യായത്തിലാണ്, 37. അതായത് കായലിനോട് ദൈവം ചോദിക്കുന്നത് സഹോദരനല്ലേ? അപ്പോഴേക്കും കായലിനെ, ഞാനാണ് എന്റെ സഹോദരന്റെ കാലക്കാരൻ. പിന്നീടുള്ള ശാപുണിയാണ്, നീ ഭൂമി ശപിക്കപ്പെട്ടവനാണ്, നീ വിത്തെറിഞ്ഞാൽ ഭൂമി ഫലം തരികയും. പിന്നെ ലാസ്റ്റത്തെയാണ് ഇതെല്ലാം ചിന്തിക്കാൻ, നീ അമ്മ ജീവനാന്തം അറിയുന്നവനാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, 8-9 വർഷമായിട്ട് പറഞ്ഞത് 9-10 വർഷമായിട്ട് ഇപ്പോഴും 10-40-50 ലക്ഷം രൂപ കണക്കിലാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബന്ധം നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. ഞാനും എന്റെ സഹോദരന്മാരുടെ ബന്ധം എങ്ങനെ പുനർവിചിന്തനം ചെയ്യണം? നീ വിത്തെറിഞ്ഞാൽ ഭൂമി ഫലം തരികയില്ല എന്ന് അവിടെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പലരും സംസാരിച്ചിട്ടുണ്ട്, അച്ഛാ എന്റെ പോക്കറ്റിൽ വിള്ളലാണ് എന്തിനും നിങ്ങളുടെ വരുമാനത്തിന്റെ 100 ഇതിലും നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കുന്നില്ലേ? പലരും ജീവിക്കുന്നു. അതായത് നമ്മൾ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ജീവിതം പുനർവിളിച്ച്, കാരണം ക്രിസ്തു പറഞ്ഞത്, നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യം എനിക്കറിയാം. നമ്മൾ ഞാൻ എനിക്കിപ്പോൾ ഇച്ചിരി സമൃദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കരുത് അത് ഞങ്ങൾക്ക് അധ്വാനമുള്ളതാണ്. ഈ ശിഷ്യന്മാര് ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് ഒരു രാത്രി മുഴുവൻ വലയും ഈ പണിവരെ എത്തണം. അതായത് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഈ ടിബേറ്റസ്, അതായത് ഗലീലി കടലുണ്ട്, അതായത് തടാകം, ആ തടാകത്തില് എവിടെ വരെ പറഞ്ഞാൽ അന്നും ഇന്നും മീൻ ആ കടലിൽ ചെന്നിട്ട്, ആ തടാകത്തിൽ ചെന്നിട്ട് ഒരു രാത്രി മുഴുവൻ പണി വരാതെ എത്ര പറഞ്ഞിട്ട് ഒരു മീൻ കിട്ടിയിരുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു കൂടിയില്ലാതെ, ക്രിസ്തുവിനോടൊപ്പമല്ലാതെ ഒരു പ്രയത്നങ്ങളും നിങ്ങൾ വിജയിക്കുന്നില്ല. അത് തന്നെ ബൈബിളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ക്രിസ്തു നമ്മളോട് ചോദിച്ചു,
എന്നെ കൂടാതെയുള്ള നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ യാത്രകൾ എവിടെ വേദിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്തു പറയുക നീ വരയില്ല. പിന്നീട് കാണുന്നത് ചാവയാണ്. ആ ചാവ കണ്ടപ്പോൾ അവർ ആ ചാവയിലല്ല ദൃഷ്ടി പോകുന്നത്. യോഹന്നാൻ പെട്ടെന്ന് പറയുക ഇവൻ ക്രിസ്തുവാണ്. അതായത് ഒരു സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴേക്കും അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു അർത്ഥമായി മാറുന്നു. ആ സമ്പൽ സമൃദ്ധിയാണ് ഈ പറയുന്നത് ഇവൻ ക്രിസ്തുവാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സകല പണമായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല, പിന്നെ പള്ളി വേണ്ട, പിന്നെ ഇതെല്ലാം ഞാൻ നേടിയത് ഇതെല്ലാം കഴിവുകൊണ്ട് നേടിയതാണ്. എന്താ നമ്മൾ ബൈബിൾ പറഞ്ഞു തരുന്നത്? നമ്മൾ ബൈബിൾ പറഞ്ഞു തരുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണ്. എനിക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. അതായത് ജോസഫ് നിങ്ങൾ അറിയാവുന്നതാണ്. അന്ന് ആ ജോസഫ് കുർബാന കഴിഞ്ഞിട്ട് എന്നാൽ എല്ലാവർക്കും കൃഷിയെടുത്ത് ഇറങ്ങി പോകാൻ വേണ്ടി വെച്ച് ആൾക്കാരുടെ മുമ്പിലേക്ക് നോക്കി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് എല്ലാവരും കഴിച്ചുകൂടി ആ ജോസഫ് വീട്ടിൽ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ നോക്കിയപ്പോ എല്ലാവരും ഫുഡ് വേഗമുണ്ട്. ഇതെങ്ങനെയും അച്ഛൻ വേഗത്തിൽ മുട്ടിക്കാനുള്ള ശ്രമം. ചിലതിന് പാസ്പോർട്ട് ഉണ്ട്. ഞാൻ ഓർത്തു കർത്താവിന് കൂടിയില്ലാതെ ഇതേ വേണ്ടത് ഈ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം ചിന്തിച്ചു. നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ശരിയാക്കാനല്ല കർത്താവ് ഉദ്ദേശിക്കരുത്. കർത്താവ് ഉദ്ദേശിക്കരുത് നിന്റെ നമുക്ക് രക്ഷ തരാൻ വേണ്ടി അവളെ ചോദിക്കുന്നത് നീ ലോകം നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് നേടണമെന്ന് ക്രിസ്തു ചോദിക്കുന്നത് വളരെ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രിസ്തുവിന്റെ പാർട്ടി ലിസ്റ്റ്, അതായത് യോഹന്നാൻ 20:20 ഈ കുമസാര ഉല്ലാസം ആ ഉല്ലാസം നമ്മുടെ എന്തുമാത്രം ഒഴുക്കത്തിലാണ് വരുന്നത്. ചില വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ അവർ ഓരോ വചനം വായിച്ചിട്ട് അവര് രാത്രി മുഴുവൻ നടക്കുന്ന കാര്യം എങ്ങനെ ഈ വചനത്തോട് കൂടി പുലർത്താൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാവമല്ല ഒരു വർഷം ഒരു വർഷമായി 2 വർഷമായി അല്ലെങ്കിൽ 6 മാസമായി സംസാരിച്ചിട്ട് അച്ഛൻ പാവം എന്തിനാ കുരിശി താക്കില്ല വീട്ടിൽ കത്താവില്ല. ഈ വിശുദ്ധന്മാരുടെ രാത്രി മുഴുവൻ കാര്യമില്ല. എങ്ങനെ കഴിക്കാൻ പറ്റും? അത് വായിക്കുമ്പോൾ 20 ആളുകൾക്ക് പാവമില്ല. എന്താ പാപം? പാപം എന്ന് പറയുന്നത് പഴയ ജീവിതത്തിൽ 10 പേരുടെ ലംഘനം, പുതിയ ജീവിതത്തിൽ പാപം എന്ന് പറയുന്നത് വചനത്തിന്റെ ലംഘനം. നിങ്ങൾ ഓരോ വചനവും വായിച്ച് ഒരു വചനം വായിച്ചിട്ട് ഈ വചനം ഞാൻ ലംഘിച്ചിട്ടുണ്ടോ? ഒറ്റ വചനം നിങ്ങൾ ഒരു വചനം വായിച്ചാൽ മതി. ഒരു ദിവസം ഒത്തിരി നിങ്ങൾ വായിക്കണം ഒരു വചനം. അത് ഈ വചനം ഞാൻ ലംഘിച്ചിട്ടുണ്ടോ? ഈ വചനത്തിൽ ഞാൻ എത്രമാത്രം വിശുദ്ധത പുലർത്തിയിട്ടുണ്ട്? ഒന്ന് ധ്യാനിച്ച് ആ 2 കാര്യം മാത്രം ധ്യാനിച്ചാൽ മതി. ഒരു കുറവില്ലാതെ ഒരു മഹത്വമാവാതെ നമുക്കൊന്നും ഒരു വചനം അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആരെ രക്ഷപ്പെടും? കാരണം മനസ്സിലായി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ദൈവം ഈശോ പറയുന്നത് ഇത് മനുഷ്യന് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതായത് ദൈവം തന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ജീവിതം ഓരോ ദിവസം ക്രമപ്പെടുത്തണമെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത്. നമ്മൾ കാണിച്ച് ഞാൻ ദൈവം തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പിന്നീട് ഈ സാമൂഹികത്തിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈശോ അതായത് ഇവരെ നീ പിടിച്ചോണ്ട് വെളിപ്പറയും ക്രിസ്തു അവർക്ക് വീട്ടിലേക്ക് കാത്തിരിക്കുന്നു. അതായത് ഒരുപാട് വിശേഷം 5:8 അവിടെ പറയുന്നത് വളരെ നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യം നിന്റെ ആവശ്യം ഇതാ നിർവഹിക്കും. അതായത് ഇവർ വന്നിട്ട് ഇവരുടെ ആത്മയുടെ അധ്വാനിച്ചിട്ട് വരുമ്പോഴേക്കും ഇവർക്ക് പ്രാർത്ഥന ആരും ചോദിച്ചില്ല പ്രാർത്ഥന. കാരണം അവർക്ക്
പറഞ്ഞാൽ ഈ ബൈബിളനുസരിച്ച് ജീവിക്കാൻ ആരംഭിക്കുക, അതൊക്കെ ശ്രമമാണ്. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോഴേക്കും ദൈവം നമുക്ക് നമ്മൾ വിജയിക്കുന്ന കാര്യം, അതായത് നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി മനുഷ്യ ബാക്കിയെല്ലാം കുറിച്ചാണ്. പക്ഷെ ഈ ഉടമ്പടിയിൽ കാരണം ഈ 3 മാസം നിങ്ങൾ എടുത്തിട്ട് ഈ 3 മാസം എടുത്തിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാൻ കാണിക്കുന്നത് തിരിച്ചു കൊടുക്കുകയാണ്. അത് ദൈവത്തെ കാണിക്കണം. ഈ ഉടമ്പടി എടുക്കണം. പക്ഷെ ആ എടുക്കുന്ന ഉടമ്പടി ആജീവനാന്തത്തിൽ കൊണ്ടുപോകണം. ഇല്ല ഈ ഉടമ്പടി എടുക്കാൻ നിൽക്കരുത്. അത് കാണിക്കണം. കാരണം അത് കർത്താവിന്റെ കുറച്ച് നാളുകൾ കൂടിയതിനു ശേഷം ആ ആനുകൂല്യം നിങ്ങൾ ഓർക്കരുത്. കർത്താവ് പറയുന്നത് ഇൻഷുറൻസ് പോളിസിയാണ്, പോളിസിയാണ്. കർഷകർക്ക് പോയിട്ട് അവന്റെ അടുത്ത് വെച്ചിട്ട് അവന്റെ അടുത്ത് മേടിച്ചെടുത്തതിന് ശേഷം ആഴ്ചയോട് ഞായറാഴ്ച കുർബാന പങ്കെടുത്ത് ആ പ്രീമിയം അടിക്കുന്ന പരിപാടിയല്ല. കർത്താവ് ഇൻഷുറൻസ് പോളിസിയല്ല. നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എവിടെയാണ് തെറ്റിയിരിക്കുന്നത്. നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. നമ്മൾ ക്രിസ്തുവിലേക്ക് സത്യീകരിക്കണം. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം പുനർവിചിരിക്കണം. 2025 പ്രവേശിക്കാണ്. ഈശോ പറയുകയാണ്, അവിടെ വെച്ച ശിഷ്യന്മാരെ ആദ്യ വിളിച്ച് നിങ്ങളെ പുതുതായി വിളിച്ചത് ഫ്രഷ് കുടുംബം. ഇപ്പോൾ വെച്ച് ഇതേ ക്രിസ്തു നിങ്ങളോട് ഓരോരുത്തരും പറയുക, ഈ വ്യക്തികളോട് പറയുക, നിങ്ങളെ പുതുതായിട്ടുള്ളത് കുടുംബം ഫ്രഷ് ആയിട്ടുള്ളത് പറയുക. നിങ്ങളുടെ കല്യാണത്തിന്റെ സ്നേഹം, ആ സമയത്തുണ്ടായ സ്നേഹം, കണിമുണ്ടായ സമയത്തുണ്ടായ സ്നേഹത്തെ കുറിച്ച് പറയുക. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായ ക്രിസ്തു സ്നേഹത്തെ കുറിച്ച് പറയുക. കുടുംബം എന്താ നിങ്ങളുടെ പുതുതായിട്ടുള്ളത്? നമ്മൾ 2020 പ്രവേശിക്കുമ്പോൾ എന്താ പുതുതായിട്ടുള്ളത്? ക്രിസ്തു ഇവിടെ വീടുകളിൽ കാത്തിരിക്കുന്നു. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ സാഹോദര്യത്തിൽ ഈ സാഹോദര്യം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ഒരു മാസം നിങ്ങൾ 10 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തി ഒന്നിനും ചെയ്യും, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നിങ്ങളൊരു 10,000, 2,000, 3,000 വെച്ച് സഹായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഒരു സാഹോദര്യ സ്നേഹമില്ലാതെ എന്താ സിംബല് പുരുഷൻ പറയുന്നത് വ്യക്തിക്ക് മാത്രമല്ല, ദൈവത്തിന് മാത്രമല്ല കൈവരുന്നത്. കൈ സഹോദരനെയും കൂടെ ചേർന്നാലേ നമ്മുടെ വൃത്തി ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾ എന്തായാലും അധ്വാനിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു ചെറിയ തുക മാറ്റി വെച്ച് നിങ്ങൾ തന്നെ കാണിച്ചു, നിങ്ങൾ തന്നെ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ സാഹചര്യം മാറ്റം ഉണ്ടാകും. ദൈവം നമ്മളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിൽ എല്ലാവരും നമ്മൾ ആശംസിക്കുന്നു.
സന്തോഷത്തോടെ സ്വീകരിക്കാനും വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ലോകം മുഴുവനെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐതിഹ്യദാനങ്ങൾ വിധിയിലേക്കുള്ള സമാനമായി പ്രകടിപ്പിക്കാനായി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. വിശപ്പും രോഗവും ഏകാന്തതയും മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ആശ്വാസം ലഭിക്കാനായി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിൽ പോലും നമ്മളെ സ്വീകരിക്കാൻ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, ദൈവം
ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ അവന്റെ ഭർത്താവായ നമ്മുടെ ഔസേപ്പിനും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർക്കും മഹിമയേറിയ രക്തസാക്ഷികൾക്കും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലുള്ള സഹായം കഴിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷണവും ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
Amen.